Hello everyone, welcome to I Plus Training Solutions. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSST ഇംഗ്ലീഷിന്റെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായ ദ ലാഫ് ഓഫ് മെഡൂസ ആണ്. ഓക്കെ, ദ ലാഫ് ഓഫ് മെഡൂസ. അപ്പൊ ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ഹെലൻ സിക്സ് ആണ് കേട്ടോ. ഹെലൻ സിക്സ് തയ്യാറാക്കിയിട്ടുള്ള വർക്ക് ആണ്. അതുപോലെ തന്നെ ഫെമിനിസം പോലെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റുകളുടെ പിന്നിൽ പ്രവർത്തിച്ചൊരു വർക്ക് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇൻ ടുഡേസ് ക്ലാസ് വി വിൽ ബി ഡിസ്കസിംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോർ എലമെന്റ്സ് ബിഹൈൻഡ് ദിസ് വർക്ക്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇതിന്റെ റൈറ്ററിന്റെ പേര് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ in the Laugh of Medusa, Helen Sixes argues women must reclaim their voices through writings or a creature feminine to subvert patriarchal oppression and express their own sexuality and experiences. അല്ലേ? അതായത് ഈ എക്രീച്ചർ ഫെമിനൈൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗും കൂടെയാണ്. അതായത് ഫീമെയിൽ റൈറ്റേഴ്സ് വേണം ഫീമെയിൽസിന്റെ ലൈഫിനെ കുറിച്ച് എഴുതാൻ. സോ അപ്പൊ അവിടെ ഒരു സബ്ജക്ടിവിറ്റിയുടെ അളവ് കൂടുതലായിരിക്കും അല്ലെ. ദാറ്റ് മീൻസ് ദേ വിൽ ബി പെന്നിങ് ഔട്ട് ദെയർ ഓൺ എക്സ്പീരിയൻസസ്. അവർ പെൻ ഡൗൺ ചെയ്യുന്നത് എന്തായിരിക്കും? അവരുടെ തന്നെ എക്സ്പീരിയൻസുകളായിരിക്കും, അവരുടെ തന്നെ ലൈഫിൽ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള പ്രതിസന്ധികളായിരിക്കും അല്ലെ. സോ സിറ്റുവേഷൻസ് ഒക്കെ തന്നെ വളരെ സബ്ജക്റ്റീവ് ആയിട്ട് മാറ്റാൻ സാധിക്കും. The Laugh of Medusa is a 1975 essay by French feminist critic Helen Six, originally written in French as Le Rai de la Méduse. A revised version was translated into English by Paula Collin and also Kate Collin in 1976. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലാഫ് ഓഫ് മെഡൂസ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വർക്ക് അല്ല. ഒറിജിനലി അതൊരു ഇംഗ്ലീഷ് വർക്ക് അല്ല, അതിന് ഫ്രഞ്ച് ഒറിജിൻ ആണുള്ളത്. പിന്നീട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, വേരിയസ് ലാംഗ്വേജസിലേക്ക് നമ്മൾ ലാഫ് ഓഫ് മെഡൂസ, ദാറ്റ് മീൻസ് ഒറിജിനൽ വർക്ക് ടൈറ്റിൽ വരുന്നത് ലേറി ഡി ലാ മെഡൂസ എന്നാണ് കേട്ടോ. അപ്പൊ അതിനെയാണ് ഇംഗ്ലീഷിലേക്ക് നമ്മൾ ലാഫ് ഓഫ് മെഡൂസ എന്നുള്ള പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അങ്ങനെ വേരിയസ് ലാംഗ്വേജസിൽ ഇതിന്റെ ട്രാൻസ്ലേഷൻ നടന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐക്കോണിക് വർക്ക് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ കീ പോയിന്റ്സ് ഇൻക്ലൂഡ് women need to write herself and free themselves from a history of being silenced and defined by male dominated language. Writing is as an act of reclaiming the body and breaking free from a phallocentric view of world, and women should embrace their own unique writing style to challenge binaries and create new meanings outside of traditional male-centric systems. ഈ പാട്രിയാർക്കൽ സിസ്റ്റം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എന്താണ് പാട്രിയാർക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ എല്ലാവരെയും നയിക്കുന്നത് ആരായിരിക്കും? മെയിൽ. ഓക്കെ, മെയിൽ ആയിരിക്കും. ദാറ്റ് മീൻസ് മെൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഡോമിനേഷൻ ആയിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ വിമൻ വിൽ ബി ജസ്റ്റ് എന്താണ് കേസ്ഡ് ഇൻ ദ ഫോർ വോൾസ് ഓഫ് ഹർ ഹോം അല്ലെ. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കേജ്ഡ് ആയിരിക്കും ലേഡി അല്ലെങ്കിൽ ഫീമെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കീ പോയിന്റ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റീക്ലൈം ത്രൂ റൈറ്റിംഗ് എന്ന ഒരു മെയിൻ ടോപ്പിക് ആണ്. The central argument is that women must write themselves to existence to be liberated from patriarchal control and reclaim their bodies and voices, which have been repressed by male-dominated culture and language. Okay, so the major idea behind this is that എപ്പോഴും സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. അതൊക്കെ തന്നെ ലൈഫിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കണം. ഇതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ല മീഡിയം എന്ന് പറയുന്നത് സാഹിത്യം തന്നെയാണ് അല്ലെ. റൈറ്റിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ പോയിന്റ്സും കൺസേൺസും ഒരു വലിയ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. ഒരു വലിയ കമ്മ്യൂണിറ്റിയിലേക്ക് അത് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആൻഡ് യു കൻ സീ ദാറ്റ് ലേറ്റർ ദ പീപ്പിൾ വിൽ ടേക്ക് കൺസേൺ ഓൺ ദാറ്റ് ആൻഡ് ദേ വിൽ വർക്ക് ഓൺ ഇറ്റ് അല്ലെ. പിന്നീട് അവർ അതിൽ വളരെ കൺസേൺഡ് ആയിട്ട് പിന്നീട് അതിൽ വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എ ക്രീച്ചർ ഫെമിനൈൻ, അതൊരു ഫെമിനൈൻ റൈറ്റിംഗ് ആണ്. Sixes calls for a new style of writing that is born from female experience, sexuality and the body. This approach seeks to move beyond the rules of the phallocentric traditions to create a new symbolic order. അല്ലേ, ഒരു പുതിയ സിംബോളിക് ഓർഡർ ക്രിയേറ്റ് ചെയ്യാനും കൂടെ അവര് ശ്രമിക്കുന്നുണ്ട്. അതായത് ഇതുവരെ എക്സിസ്റ്റ് ചെയ്യുന്ന ട്രഡീഷണൽ സ്റ്റൈലുകളെ ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കൂ. സച്ച് ഐഡിയാസ് ആർ ഗിവൺ മച്ച് ഇമ്പോർട്ടൻസ് ആൻഡ് ബോഡി ആൻഡ് റൈറ്റിംഗ് ആർ ലിങ്ക്ഡ് അല്ലെ. അതെങ്ങനെയാണ്? There is a close relationship between a woman's body and her writing. By writing, women can begin to reclaim their bodies and express their desires and pleasures in an authentic way. That means all these types of pleasures are എന്താണ് ഫോർ ഓൾ ഹ്യൂമൻ ബീങ്സ് അല്ലെ. ഇപ്പം സെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള ഫ്രെയിം വർക്ക് ആയാൽ തന്നെ അതിനെപ്പോഴും ഒരു മെയിൽ ലെങ്സ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, വിമൻ ഡു ഹാവ് ദെയർ ഓൺ വ്യൂസ് ആൻഡ് ദെയർ ഓൺ കൺസേൺസ് ഇല്ലേ. അതിനാരും ശ്രദ്ധ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം വെൻ ടു ഗെറ്റ് കൺസീവ്ഡ് അല്ലെങ്കിൽ വെൻ ടു ഹാവ് ദ ബേബി, ഇതിന്റെ ഒക്കെ ഡിസിഷൻ
ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് മെയിൽ അല്ലെങ്കിൽ പാട്രിയാർക്കൽ സൊസൈറ്റി മാത്രമാകുന്നു. അവിടെ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സ്പേസും കിട്ടുന്നില്ല അല്ലെ. ദാറ്റ് ഷുഡ് ബി സ്റ്റോപ്ഡ് ആൻഡ് ദാറ്റ് ഷുഡ് ബി എലിമിനേറ്റഡ് എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ്. ഇനി ചാലഞ്ച് ബൈനറീസ്. They say challenges traditional binary oppositions, man, women, passive, active, that are seen as tools of patriarchal oppression. The goal is to dismantle these rigid structures and create a more fluid, inclusive language. അല്ലേ, അതായത് ഇപ്പം മാൻ, വിമൻ, പാസീവ്, ആക്റ്റീവ് അങ്ങനെയുള്ള ബൈനറി ഒപ്പോസിഷൻസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പറയുമല്ലോ ബ്ലാക്ക് ഉള്ളതുകൊണ്ടാണ് വൈറ്റിന് എക്സിസ്റ്റൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഡേ ഉള്ളതുകൊണ്ടാണ് നൈറ്റ് ഉള്ളത് അല്ലെ. അപ്പൊ ഇതൊക്കെ പാരലൽസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു പാരലൽ എൻറ്റിറ്റി ആയിട്ട് നിൽക്കേണ്ടവരല്ല മെൻ ആൻഡ് വിമൻ എന്ന് പറയുന്നത് അല്ലെ. ദേ ആർ ഈക്വൽ ബിഫോർ ലോ, ദേ ആർ ഈക്വൽ ഇൻ ഓൾ പാർട്സ് ഓഫ് ലൈഫ്. സോ ആ ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ നമുക്ക് സ്ത്രീകൾക്കും കൂടെ കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, ആൻഡ് ദ മിത്ത് ഓഫ് മെഡൂസ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മെഡൂസയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് സിക്സസ് യൂസസ് ദ ഫിഗർ ഓഫ് മെഡൂസ ടു സിംബലൈസ് ഹൗ ഫീമെയിൽ സെക്ഷുവാലിറ്റി ഹാസ് ബീൻ സൈലൻസ്ഡ് ആൻഡ് ഡിസ്റ്റോർട്ടഡ് ബൈ ദ മെയിൽ ഗെയ്സ്. ഓക്കെ, ഈ ഗെയ്സ് എന്ന് പറയുന്ന വാക്കിനും ലുക്ക് എന്ന് പറയുന്ന വാക്കിനും രണ്ടർത്ഥമാണ് ഉള്ളത്. ലുക്ക് മീൻസ് നമ്മൾ ജസ്റ്റ് ഒരാളിനെ നോക്കുകയാണ്. ഗെയ്സ് മീൻസ് എന്താണ്, ഒരു സെക്ഷുവൽ ഐയോട് കൂടി നമ്മൾ when the men are looking at women that can be expressed in terms of male gaze അല്ലെ. അപ്പൊ ഈ മെയിൽ ഗെയ്സ് പോലെയുള്ള ഐഡിയാസ് വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മെഡൂസ വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ സിമ്പിൾ ഓർ എ എന്താണ് ഫോർഷാഡോ അല്ലെ. അതായത് മുന്നോട്ട് നടക്കാൻ പോകുന്ന ഒരു ഐഡിയയുടെ ഫോർഷാഡോ ആണ്. ദാറ്റ് മീൻസ് അറ്റ് എ പോയിന്റ് all the toleration from the part of the Medusa will be stopped and she will just എന്താണ് ഷി വിൽ ജസ്റ്റ് ഷോ ഹെർ റിയൽ എക്സ്പോഷർ അല്ലെ. അല്ലെങ്കിൽ അവരുടെ ആ ഒരു വലിയ നിലവിളിയോടുകൂടിയുള്ള ഒരു വലിയൊരു പ്രതിഷേധമായിരിക്കും ഒരു പക്ഷേ സ്ത്രീകൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ബൈ എംബ്രേസിംഗ് ദ മെഡൂസ ഫിഗർ ആൻഡ് ഹെർ ലവ്, വിമൻ ക്യാൻ റീക്ലെയിം ദിയർ പവർ ആൻഡ് ടേൺ ദ സിംബൽ ഓഫ് ഒപ്രഷൻ ഇൻടു എ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് അല്ലെ. ഇനി അടുത്തത് നമുക്ക് സബ്വേർട്ട് ആൻഡ് ദ സിംബോളിക് ഓർഡർ എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നുണ്ട്. This is a call to women to stop conforming to the logic of anti-love. The idea that women must hate themselves to be loved by men. Instead, they should use their writings to define themselves and create their own narratives. അല്ലെ, സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത്? അവർ അവരുടേതായിട്ടുള്ള ഒരു നറേറ്റീവും അവരുടേതായിട്ടുള്ള ഒരു ലെങ്സും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലെ. ലാഫ് ഓഫ് മെഡൂസ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്ക് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ മേരി വൂൾസ്റ്റോൺ ക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മെൻ, വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്നൊക്കെ പറയുന്ന വർക്കുകൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ആണ്. എ ക്രീച്ചർ ഫെമിനൈൻ, ഒപ്പം തന്നെ നമ്മുടെ എന്താണ് ഫെമിനൈൻ മിസ്റ്റിക്, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ പോലെ സിഗ്നിഫിക്കന്റ് ആണ്. സെക്കൻഡ് സെക്സ്, ഇതൊക്കെ നമുക്ക് ലാഫ് ഓഫ് മെഡൂസ എന്ന് പറയുന്ന വർക്കുമായിട്ട് ടാഗ് ചെയ്ത് പറയാൻ സാധിക്കുന്ന പുസ്തകങ്ങളാണ്. ഓക്കെ, സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഫോർ HSST ഇംഗ്ലീഷ് എക്സാം ദാറ്റ് ഈസ് ദ ലാഫ് ഓഫ് മെഡൂസ ബൈ ഹെലൻ സിക്സ്. ഓക്കെ, അപ്പൊ ബേസിക് ലെവലിൽ ഇത്രയെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഏത് ലാംഗ്വേജിലായിരുന്നു ഇതിന്റെ ഒറിജിൻ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ എങ്ങനെയാണ്, ഇംഗ്ലീഷിലേക്ക് ഏത് വർഷമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ആരാണ് റൈറ്റർ, ഇതൊക്കെയാണ് പ്രൈമറി ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കീപ് ലേണിംഗ്. താങ്ക് യു ഓൾ ഓഫ് യു.